ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള റുമാലി ഷവർമ ഉണ്ടാക്കിയാലോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ ഈ മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചിട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ ഉപ്പും ആ ഒരു ഓയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ മൈദയിൽ മിക്സ് ആവാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അതായത് നമ്മളൊരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും വെള്ളം വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 250 ml മെഷർമെൻറ്റിൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളം കൂടുകയോ കുറയോ ചെയ്യും. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 8-9 മിനിറ്റ് കൊണ്ട് അതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ കുഴച്ചെടുത്ത അതേ ബൗളിൽ തന്നെ നമുക്കൊരു ടീസ്പൂണ് ഓയിലും കൂടി അതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ എന്താ പറയുക ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസ് ചിക്കൻ എനിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ വലിയൊരു ബ്രസ്റ്റ് പീസ് ഒരു 2-3 പീസാക്കിയിട്ട് നമുക്കതിൽ നിന്ന് മസാല ആക്കിയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല കട്ട തൈര്, അതും ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മസാലയെല്ലാം ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ ഒരു മസാലയിൽ കുറച്ച് സമയം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട പാടും തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് തിരിച്ച് മറിച്ചിട്ടിടാൻ പാടില്ല. ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വെക്കെ ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇതാ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇത് എത്ര പീസായിട്ടാണോ നമ്മളിത് കട്ട് ചെയ്യുന്നത് അത്രയും പീസാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 റുമാലിക്കുള്ള മാവാണ് കുഴച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ട, കുറച്ചും കൂടി തടിയിൽ അല്ലെങ്കിൽ ഒരു 5-6 അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വീതിയിൽ പരത്തണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധാരണ നമ്മുടെ ചപ്പാത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്താൻ കിട്ടും. വലിയ പണിയൊന്നുമില്ല കേട്ടോ. സംഭവം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അത്രയും സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, കാരണം റുമാലിയല്ലേ കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകുമല്ലോ. ഒരിക്കലുമില്ല കേട്ടോ. ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ റുമാലി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര തിന്നായിട്ട് തന്നെ പരത്താം, തടിയില്ലാണ്ട് തന്നെ നേർങ്ങനായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പാനിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടാം. അതിന് ശേഷം ഇതാ ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റുമാലി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തിരിക്കൊന്നും വേണ്ട കേട്ടോ. 2 മറിച്ചിടലിടണ്ടു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ റോട്ടീസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തം 10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡബിൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അപ്പോൾ ഇതാ മൊത്തം 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിന് കുറേ എന്താ പറയുക, ഇന്ന് നാളെ വെച്ചാലും ഒന്നും സംഭവിക്കില്ല. അത്രയും സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചവാടും ഇത് എന്താ പറയുക, ചുടാൻ നിൽക്കാണ്ട് ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഷവർമൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് ഈ കാണുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് സവാള എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുക്കുംബറാണ്, സാലഡ് കുക്കുംബർ. അതും ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ പല വെജിറ്റബിൾസും ആഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ളത് ക്യാബേജ്, അതുപോലെ തന്നെ ലെറ്റ്യൂസ്, അങ്ങനത്തെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ മക്കൾക്കൊന്നും ക്യാബേജിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ഞാൻ ഇട്ടിക്കില്ല കേട്ടോ. എന്നിട്ട് ആ ഒരു ചിക്കനിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പിടി മാത്രം മതിയാവും, ഒരുപാട് വേണ്ട. പിന്നെ വേണ്ടത് സുർക്കയാണ്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പുളിപ്പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സുർക്കയ്ക്ക് പകരം നമുക്ക് നാരങ്ങാനീരും ഉപയോഗിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളക് പൊടിയാണ്. അതും കൂടി ഒഴിച്ചെടുക്കാം. ഒരു 2 നുള്ളൊക്കെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ ഉപ്പ് ഭയങ്കര കുറവായിട്ടുണ്ടാവാൻ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. അതിന് ശേഷം അതിൻ്റെ മേലയിൽ നമുക്കൊരു റുമാൽ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് മയോണൈസാണ്. ഞാനിപ്പോൾ വെജായിട്ടുള്ള മയോണൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാലിലുള്ള മയോണൈസ് ഇല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊരു 1-2 ടേബിൾ സ്പൂണ് നമുക്ക് ഈ ഒരു റുമാലിൻ്റെ മേലിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മിക്സാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴായിരിക്കും നമ്മൾ ഓരോ ബൈറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം മേലയിൽ കുറച്ചൊരു മയോണൈസ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന പോലെ തന്നെ രണ്ട് ഭാഗവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ റോട്ടീസും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ. ഞാനിപ്പോൾ ഇന്ന് നോമ്പ് ഫസ്റ്റ് തുടങ്ങുകയാണല്ലോ, അപ്പോൾ ഇന്നത്തെ ആ ഒരു റെസിപ്പി ഇതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ ഇതാണ് കേട്ടോ. ഞാൻ ഷവർമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷവർമയും ഒരു ചിക്കൻ ചീസി കട്ട്ലേറ്റും അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ റോളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയ സമയത്ത് എന്താ പറയുക, നോമ്പേനും. അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമയാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്